കുറച്ച് നാളുകളായി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമാണ് നിയമം. കാരണം നിയമത്താണ് ത്രികോണ മത്സരം നടക്കുന്നത്. BJP ആദ്യമായി അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലം കൂടിയാണ് അത്. 2011 മുതൽ തന്നെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് BJP വലിയ വളർച്ച കാണിക്കുന്നുണ്ടല്ലോ. വരുന്ന 2026 തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിക്കുമോ, അതോ 2021 സംഭവിച്ചതുപോലെ തന്നെ അക്കൗണ്ട് പൂട്ടിക്കുമോ? BJPക്ക് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് നേമത്താണ്. കാരണം ആദ്യമായിട്ട് BJPക്ക് ഒരു കൈനീട്ടം കിട്ടിയ ഇടം അത് CPM പൂട്ടിച്ചു കളഞ്ഞു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണ്. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 22,000 അധികം വോട്ട് നേടുകയുണ്ടായി. ആ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. പിന്നെ ഈ RSSന്റെ കുറെ ശക്തി കേന്ദ്രങ്ങളൊക്കെ നേമം മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം മുരളീധരൻ പറയുന്നുണ്ട്, ഞാനാണ് ഇവിടുന്ന് വന്ന് വടകരയിൽ നിന്ന് വന്ന് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ള ഒരു ധാരണ കൊണ്ടായിരിക്കും അവർ മുരളീധരനെ പിന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത്. അവിടെ മുരളീധരന് കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരിയെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ നേമത്തെ മണ്ഡലത്തിലെ വാർഡുകളിൽ പോലും BJPക്ക് തൂക്കമുണ്ട്. കാരണം തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കാനായിട്ട് BJP കൈയെത്തുന്ന ദൂരത്തിലാണ് നിൽക്കുന്നത്. അടുത്ത തവണ ഉറപ്പായും കിട്ടും. അക്കാര്യത്തിനകത്ത് CPM ഒരു വലിയ ഹാലിളകി നടക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭ കൈവിട്ടു പോകുന്നല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പം നേമം മണ്ഡലത്തിലെ വാർഡുകളിൽ BJPക്ക് മുൻതൂക്കമുണ്ട്. അനുകൂല ഘടകങ്ങൾ നിരവധിയാണ്. ഇപ്പൊ 2016 രാജഗോപാൽ നേടിയത് 8,671 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അത് 2021 വന്നപ്പോൾ ശിവൻകുട്ടി 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. അപ്പൊ ശക്തമായ മത്സരമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏതാണ്ട് നല്ല വിജയം 2014 മുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ട്. 2014-ലും 19-ലും 21-ലും. അപ്പോൾ ഇവിടെ രാജീവിന് കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ ഇത് BJPക്ക് ഉറച്ച മണ്ഡലമായിട്ട് കാണുന്നുണ്ട്. ഈ രാജീവ് തന്നെ സ്ഥാനാർത്ഥിയായി വരുമെന്നും ചർച്ച പുരോഗമിക്കുന്നു. കാരണം രാജീവ് ചന്ദ്രശേഖരനെ തന്നെ, കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് പരിചിതമായി. ഈ നേമം മണ്ഡലം എന്ന് പറയുമ്പോൾ ഓർക്കണം, നഗരകേന്ദ്രീകൃതമായ മണ്ഡലമാണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം ഇവിടങ്ങളിലൊക്കെ മറ്റ് 3 മണ്ഡലം നമ്മൾ വേണമെങ്കിൽ ഒന്ന് മാറ്റി നിർത്തുക. പാറശാല, കോവളം, നെയ്യാറ്റിൻകര തീരദേശ മണ്ഡലമാണ്. ഇവിടങ്ങളിൽ നിന്നായിരുന്നു തരൂരിന് മുൻതൂക്കം കിട്ടിയത്. മുൻതൂക്കം കിട്ടിയിട്ടും വെറും ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ തരൂരിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കണം. ഇനിയിപ്പോൾ ഈ തരൂരിന്റെ ഒരു കാലം കൂടി മാറുകയാണ്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അനുകൂല സാഹചര്യത്തിലേക്ക് മാറും. ഇനിയിപ്പോൾ തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ തിരുവനന്തപുരം പാർലമെന്റിൽ ചിലപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. അതനുസരിച്ചാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു തരൂര് സമയവും കാലവും ഒക്കെ കുറിച്ചു വെച്ചിരിക്കുകയാണ്, എപ്പോൾ ഇവിടം വിടണം എന്നുള്ളത്. കാരണം ഓരോന്നും ഒരു സർപ്രൈസ് ആക്കി കൊണ്ടുവരികയാണ്. അപ്പം ഒരു ദിവസം കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് നമുക്ക് കേൾക്കാം. അതൊക്കെ അമിത്ഷാ, രാജീവ് ചന്ദ്രശേഖർ, തരൂർ ആ ഒരു കൂട്ടുകെട്ട് തീർച്ചപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഇത് A ക്ലാസ് മണ്ഡലം കൂടിയാണ്. നിയമസഭാ മണ്ഡലത്തിലും അവർ ലോക്സഭ പോലെ ക്ലാസ് തിരിച്ചിട്ടുണ്ട്. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്. ഇത് A ക്ലാസ് മണ്ഡലത്തിൽ തന്നെയാണ്. കാരണം ഇതൊരു അഭിമാന പോരാട്ടമാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ നമുക്കറിയാം, കേരളത്തിൽ BJP 21 വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ നേമത്ത് അത് പൂട്ടിയത് വലിയ ക്ഷീണമുണ്ടാക്കി. അവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. രാജഗോപാൽ മത്സരിച്ച് വിജയിച്ചു. രാജഗോപാലിന് പ്രത്യേക ഒരു ഫേസ് ആണുള്ളത്. നമ്മൾ ഈ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞതുപോലെ രാജഗോപാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കുറെ തവണ ഇങ്ങനെ നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിനോട് അങ്ങനെ എഴുതുണ്ട്. പ്രായമായ ഒരു മനുഷ്യനാണ്.
എന്നൊക്കെ കരുതി വോട്ട് ചെയ്യുന്നവരുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ ഒന്ന് വിജയിപ്പിക്കാം. പിന്നെ അദ്ദേഹം റെയിൽവേ സഹമന്ത്രിയായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ, റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് 10 ട്രെയിൻ അടുത്തടുത്ത് പോകുന്നത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലത്താണ്. ട്രെയിൻ കൂടുതലായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ രാവിലെ ഒന്ന് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ വൈകിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് വരുമ്പോൾ പ്രായമായി ഒരുപാട്. മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഓടി നടക്കാൻ കഴിയാതായി. ഒരു MLA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്നറിയോ ആൾക്കാർ നോക്കുന്നത്? കല്യാണത്തിന്, എൻ്റെ കല്യാണത്തിന് അല്ലെ എൻ്റെ മോളുടെ കല്യാണത്തിന് MLA വന്നിരുന്നു, പ്രസവത്തിന്, എല്ലാത്തിനും MLAയുടെ പ്രസൻസ് ആണ് നോക്കുന്നത്. മരണവീട്ടില് ഇത് നമ്മുടെ തൃപ്പൂണിത്തറയിലെ K. ബാബു ഇതുപോലെയാണ് കേട്ടോ. ഓട്ടി നടക്കുക, എല്ലാവരുടെ വീടുകളിലും എത്തും. പണ്ട് മാവേലിക്കരയിൽ പിന്നെ ഒരു MLA ഉണ്ടായിരുന്നു കുറേ നാളിന് മുമ്പ്. എല്ലായിടങ്ങളിലും വീടുകളിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പം അതൊക്കെ ജനം പ്രത്യേകം ശ്രദ്ധിക്കും. ഈ രാജഗോപാൽ എന്ന് പറയുന്ന ആ മനുഷ്യന് ഓടി നടക്കാൻ പറ്റുമോ? കാറിലാണ് പോകുന്നതെങ്കിലും ആ മനുഷ്യന് അതിൻ്റെതായ വേഗതയിൽ ഓടിയെത്താൻ കഴിയത്തില്ലോ. അതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഒരു പാർട്ടിയുടെ ശരിയായ ഒരു പിന്നെ ഓഫീസ് സംവിധാനമൊക്കെ പ്രവർത്തിച്ചാൽ പോലും MLA ചെല്ലേണ്ട, MLA കാണേണ്ടടുത്ത് MLA തന്നെ കണ്ടിരിക്കണം. അപ്പോൾ അവരൊക്കെ എന്താ പറഞ്ഞത്? ജയിപ്പിച്ചു വിട്ടു, ഇവിടെ കാണുന്നില്ല എന്നൊക്കെയായിരിക്കും. കാര്യങ്ങൾ പലതും മറ്റു നടക്കുന്നുണ്ടാകും ഓഫീസ് സംവിധാനത്തിലൂടെ. പക്ഷേ ഈ വ്യക്തി അവിടെ കണ്ടില്ലെങ്കിൽ അവരിതായിരിക്കും പറയുന്നത്. അപ്പം നമ്മൾ നോക്ക്, ഇപ്പം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ VK പ്രശാന്തിൻ്റെ പ്രായം നമ്മൾ നോക്കണം. വളരെ യങ്ങായിട്ടുള്ള ആളാണ്. അപ്പോൾ ഓടി നടക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റ് പലർക്കും. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ രാജഗോപാൽ വളരെ മുതിർന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെ എതിരിടാനായിട്ട് ആര് CPM-ൽ നിന്ന് ഇറക്കും എന്നുള്ളതാണ്. അത് ഇപ്പോൾ പറയുന്നത് ശിവൻകുട്ടിയെ ഇറക്കുമെന്നാണ്. ശിവൻകുട്ടി ഇപ്പോൾ 2 തവണയായിട്ട് അല്ലേ, 3 തവണയായിട്ട് വിജയിച്ച് വരികയാണ്. അല്ല, 2 തവണ വിജയിച്ചു, ഒരു തവണ തോറ്റു, 16-ൽ തോറ്റു. അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ ഇപ്പോൾ അല്പം പ്രായാധിക്യം, ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ശിവൻകുട്ടിക്ക് അവിടെ ഒരു ജനകീയ പിന്തുണയൊക്കെ ഉണ്ട്. CPM-ന് ഒരു അടിത്തറയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശിവൻകുട്ടി മത്സരിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു പേര് പറയുന്നത് ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രനാണെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ഒന്നും കൂടി എളുപ്പമായി ഭൂരിപക്ഷം കൂട്ടാം. കാരണം അത്രയ്ക്ക് എതിർപ്പ് തിരുവനന്തപുരം മേയറെ കുറിച്ചുണ്ട്. തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, കേരള എമ്പാടും. അത് പിന്നെ ഈ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവിൻ്റെ മണ്ഡലത്തിൽ പോലും സച്ചിനും എതിരായിട്ടും തീർന്നിരിക്കുകയാണ് ആര്യ കാണിച്ച ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം. പിന്നെ അല്ലെങ്കിൽ ആരെ നിർത്തുമെന്നുള്ളതാണ്. പാളയത്തെ റോഡിൽ ആര്യയുടെ ശോഭയുടെ വീഡിയോ എടുത്തിട്ട് കൊടുത്താൽ മതി. അതെ, നിയമത്തെ പ്രദർശിപ്പിച്ചാൽ മതി. അത് സച്ചിൻ ദേവ് അത് ബാലുശ്ശേരിയിലും കാണിച്ചാൽ മതി. സച്ചിൻ ദേവ് യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിട്ടില്ലേ? ആ പാവം പിടിച്ച ഡ്രൈവറുടെ ജോലി പോയി. അദ്ദേഹം എംപാനൽ ജോലിക്കാരനായിരുന്നു, അദ്ദേഹത്തിന്റെ ജോലിയും പോയി. അപ്പൊ ഒരാളുടെ ജോലി, ഒരാളുടെ കുടുംബം കലക്കിയപ്പോൾ സമാധാനമായി എന്നുള്ളതാണ്. പിന്നെ ആരെ ഇനി ഇവിടെ നിർത്തുമെന്നുള്ളതാണ് CPM-നകത്ത്. CPM-ന്റെ അകത്ത് യുവനിര എന്ന് പറയാൻ പിന്നെ വേറെ ആരും തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഒരുപക്ഷെ ആനാവൂർ നാഗപ്പനെയോ ഒക്കെ ഇറക്കേണ്ടി വരും. പിന്നെ കടകംപള്ളി കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്തെ ഇനിയിപ്പോൾ അദ്ദേഹം 2 തവണയായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 3-ാം തവണ ആനാവൂർ നാഗപ്പൻ മുൻപ് മത്സരിച്ച പാറശാല മണ്ഡലത്തിലാണ്. അവിടുന്ന് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം എന്തായാലും നിയമത്തെ CPM ഈ ബുദ്ധിമുട്ടുന്ന ചില മണ്ഡലങ്ങളുണ്ട് സ്ഥാനാർത്ഥികളെ കിട്ടാതെ. ഇപ്പം നിയമം അല്ലെങ്കിൽ ജയിക്കിനെ പോലെ ആരെങ്കിലും എത്തിക്കണം. ജയിക്ക് അങ്ങനെയൊക്കെ ഉള്ളവരെ പോലെ. പിന്നെ കൊല്ലത്ത് ഇവർ ഇതുപോലെ ബുദ്ധിമുട്ടും, സ്ഥാനാർത്ഥിയെ കിട്ടാൻ പ്രയാസപ്പെടും. ചിന്തോജ റോമനിയാണ്. ചിന്തോജി റാം ആ മണ്ഡലം നോക്കി നടക്കുകയാണ് കിട്ടുമെന്നുള്ള വിചാരിച്ച്. അപ്പം നിയമത്തെ എന്തായാലും നല്ല മത്സരമായിരിക്കും, എല്ലാവരും ഉറ്റുനോക്കും. പക്ഷേ BJPക്ക് അനുകൂല സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.